വിഷ്ണുമായ സ്വാമി നമ. ഞാനൊരു മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഞാനൊരു വിഷ്ണുമായ സ്വാമി ഭക്തനും ഇപ്പോൾ പ്രാർത്ഥനയൊക്കെ ഉള്ള ഒരാളാണ്. പ്രാർത്ഥന തുടങ്ങിയ സമയത്ത് കൂടുതലായിട്ടുള്ളൊരു എന്താ പറയുന്ന ആത്മവിശ്വാസമൊക്കെ തോന്നിയിട്ട് ഞാൻ പൂജിക്കാതെയൊക്കെ ഒരു കുറുവടി മേടിച്ച് അത് ഒരു മാലയിൽ കോർത്ത് കഴുത്തിലിട്ട്. അപ്പം എനിക്ക് പറഞ്ഞു തന്ന ഗുരുനാഥനോടൊന്നും ഇത് പറഞ്ഞില്ലായിരുന്നു. ജസ്റ്റ് പുള്ളിയെ അറിയിച്ചപ്പോഴും പുള്ളിയൊന്നും പറഞ്ഞില്ല. പക്ഷേ അതിനുശേഷം എനിക്കുണ്ടായെന്ന് വെച്ചാൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ അറിവില്ലാതെ പോലും അങ്ങനെ ഒരു സംഭവം ഒന്നും ചെയ്യാൻ പാടില്ല. അത് പേരും നാളും ഒക്കെ പറഞ്ഞ് ജപിച്ച് ഒരു ഗുരുനാഥൻ അത് സമർപ്പിച്ചെങ്കിൽ മാത്രം അത് കഴുത്തിലിട്ട് നടക്കാനുള്ളതല്ല. അതിൻ്റെതായിട്ടുള്ള ശാസ്ത്രീയ വശങ്ങളുണ്ട്. അപ്പം ഈ ജുവലറിയിൽ നിന്നൊക്കെ മേടിച്ചും അല്ലാതെ വല്ലവരുമൊക്കെ നമ്മളോട് സൗഹൃദമുള്ള ആൾക്കാരൊക്കെ ഗിഫ്റ്റായിട്ട് മേടിച്ച് തന്നാൽ പോലും അങ്ങനെയുള്ള സാധനങ്ങൾ മേടിച്ച് വെച്ച് ഉപയോഗിക്കരുത്. നല്ല 8ൻ്റെ പണി കിട്ടും. നിലം തൊടാതെ ഉള്ള ഓട്ടത്തിലും കഷ്ടകാലത്തിലും സാമ്പത്തിക ബുദ്ധിമുട്ട്, ഹോസ്പിറ്റൽ വാസം, അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വന്നിരിക്കുക. നോക്ക്, എൻ്റെ കഴുത്തിലൊന്നുമില്ല. ഇതൊക്കെ പിന്നെ വെള്ളിയുടെ ഒരു മോതിരം ആണ്. ഇത് ഭീമ മേടിച്ച വെള്ളിയുടെ ഇതാണ്. എങ്കിൽ പോലും കുറുവടിയൊന്നും മേടിച്ച് ആരും വെക്കരുത്. പണി പാലും വെള്ളത്തിൽ കിട്ടും കേട്ടോ. ഭഗവാനെ പ്രാർത്ഥിക്കുക, അതുകൊണ്ടൊരു കുഴപ്പമില്ല. ഒരു ഫോട്ടോ മേടിച്ചുകൊണ്ട് വെച്ച് പ്രാർത്ഥിച്ചെന്നും പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. പക്ഷേ കുറുവടി പോലുള്ള കാര്യങ്ങൾ എവിടെന്നെങ്കിലും മേടിച്ച് കൊണ്ടുവന്നാൽ, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ കൊണ്ടുവന്നാൽ, അവിടെ ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അതിനെ നമ്മൾ എങ്ങനത്തെ രീതിയിലാണ് ഉപയോഗിക്കണമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തിരിച്ചടി വളരെ ശക്തിയായിരിക്കും. ഓക്കെ, സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ നിന്നുണ്ടായതാണ്. ഇന്നാണ് ഞാനത് തിരിച്ചയച്ച് എൻ്റെ ഗുരുനാഥൻ ആരാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ സങ്കല്പിച്ചിട്ടുള്ള ആൾ ആരാണ്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന് ഞാൻ അയച്ചു കൊടുത്തു. ഇന്നാണ് എൻ്റെ മുഖത്തിന് തന്നെ ഒരു പ്രസാദം ഉണ്ടായതും ഇങ്ങനെ ഒരു വീഡിയോ ഇടാനൊക്കെ തോന്നിയതും ഒന്ന് പ്രാർത്ഥിക്കാൻ വരെ തോന്നി ഇന്നാണ്. അതുവരെ വളരെ ദുരിതത്തിലുമായിരുന്നു ഞാൻ. പുണ്യമായ അറിയാതെ ചെയ്തു പോയതാണ്. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് അറിയാവുന്ന ആൾക്കാരെ വിളിച്ച് പറഞ്ഞ് അത് അവിടെ ഏൽപ്പിക്കുക. അല്ലെങ്കിൽ നാളും പേരുമൊക്കെ പറഞ്ഞ് ജപിച്ച് മേടിച്ച് വീട്ടിൽ പൂജാമുറിയിൽ വെച്ച് ആദരവോടെയും ബഹുമാനത്തോടെയും അത് ശുദ്ധിയോടെയും കൊണ്ടു നടക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ.